ഹായ് കുഞ്ഞോനാണേ. അപ്പോൾ നമ്മൾ പെരുന്നാളിന് നമ്മൾ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ ചെറിയ ഒരു പെരുന്നാൾ ടൂർ എന്ന് പറയാനില്ല, അല്ലാതെ നമ്മളെ ഫാമിലിയിലൊക്കെ ഒന്ന് റൗണ്ട് അടിക്കണം. അപ്പോൾ നമ്മളെ കൂടുതൽ ഇന്ന് നമ്മളെ വല്യമ്മ ഉണ്ട്. വല്യമ്മ നമ്മൾ മുമ്പ് തന്നെ ഇരുത്തിയതാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ട് നോക്കുമ്പോൾ കഴുത്തിൽ കൂടിയാണ് ബെൽറ്റ് പോകുന്നത്. കാരണം ആൾക്ക് ഹൈറ്റ് കുറവാണ് അല്ലേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ വണ്ടി വന്ന് എടുക്കുകയാണ്. പുല്ലൂരാമ്പാറക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. പുല്ലൂരാമ്പാറ ഉമ്മൻ്റെ അനിയത്തിയുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, മുമ്പ് തന്നെ മലയിലവിടെ കൊണ്ടുവരാണോ അവനെ നോക്കാനാവൂല. പിന്നെ മുത്തപ്പം പോയേ കഴുത്തക്കൂടിയാ പോയത്. എന്തായിട്ടും തേങ്ങാ നാളത്തെ വ്ളോഗ് കാണാൻ പുല്ലൂരാമ്പാറ പോവാ. ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങളെ വെച്ച് അങ്ങോട്ട് വന്ന പാട്ട് വെച്ച് ഇതൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ തിരക്കാക്കിൻ്റെ പോയിരുന്നില്ല നിങ്ങൾ. അതിനോട് ഞാൻ മനസ്സിലാക്കാൻ പോകാൻ അതിനോട് ഏൽപ്പിച്ചിട്ട് നേരം വിളിച്ചാലേ പറഞ്ഞു. താക്കോലും കൈ വെച്ചില്ലേ? എന്റെ അൻസത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ലമ്മ എവിടെ എത്തി നമ്മളിപ്പോ? പുല്ലൂരാമ്പാറ. അപ്പോൾ ഉമ്മനെ ഡോറ് തുറന്ന് പുറത്തൊക്കെ ഇറക്കുകയാണ്. ഇനിയിപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് കയറി. അവൾക്ക് ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള അറിയൂല. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ എന്താ സ്ഥിതി. ആ കാര്യം തരാം. നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ കാര്യമൊന്നും അറിയില്ലല്ലോ, പ്രായമുള്ള ആളല്ലേ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഉമ്മ ഇതിപ്പോൾ എന്തിനു ഇടുകയെന്ന് അമ്മ ചോദിച്ചു. സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ഏതായാലും നേരെ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അതന്നെ, ഞങ്ങളൊരു വഴി ചോദിച്ചു വന്ന വൈബോക്കറാ. അതെ, വഴി ചോദിച്ചു വന്ന വൈബോക്കറാണ്. ഞങ്ങൾ പിന്നെ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതെ അതെ അതെ, ആർക്ക് കയറി പറ്റട്ടെ. അങ്ങനെ മതിയോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ വീടെത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. വഴി ചോദിച്ച് നമ്മൾ അവസാനം ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ, അപ്പം എൻ്റെ പെങ്ങളെ മോളാണ്. അല്ലേ തന്നെ മുത്തമ്മക്ക് പ്രശ്നമാണ്. ഏതായാലും കുത്തിക്ക്. വാലേക്കും സലാം റഹ്മത്തുള്ളാഹി. വെള്ളം കുടിച്ചാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ എല്ലാവരും ഉണ്ട്. മക്കളും പിള്ളേരൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും ഫോണിൻ്റെ അകത്ത് ഒരു കൂട്ടർ ഫോണിലാണ്.
ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, ഒരാളെ അവിടെ വർക്കിലാണ്. ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഉമ്മൻ്റെ അനിയത്തി. അല്ലേ? അപ്പോ അവൻ വയറൊക്കെ ഫുള്ളായില്ലേ? സാറല്ലേ? അതാ